ചുവന്ന പട്ടുചീരയും കൈയിലേന്തി നിറഞ്ഞ പുഞ്ചിരിയുമായി വരുന്ന ഈ മുഖം കൊല്ലം കുമ്മിൾ പഞ്ചായത്തുകാർക്ക് ഏറെ പരിചിതം. ഇവിടുത്തെ കാർഷിക മേഖലയിലെ വനിതകളുടെ സാന്നിധ്യം ശ്രദ്ധേയമാക്കിയ വനിതാ കൂട്ടായ്മകളിലെ സജീവ പ്രവർത്തകയായ കുമ്മിൾ ഗോകുലത്തിൽ ജലജാമണി. മികച്ച ജൈവ കർഷക, സംയോജിത കർഷക അവാർഡുകൾ പലതവണ കരസ്ഥമാക്കിയ വനിതാരത്നം. ജലജാമണിയുടെ 3 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ വിളയാത്ത വിളകൾ ചുരുക്കം. വിവിധ പച്ചക്കറികൾ, ചോളം, തീറ്റപ്പുല്ല്, തണ്ണിമത്തൻ, കാടക്കോഴി, താറാവ്, നാടൻ കോഴി, കരിങ്കോഴി, കന്നുകാലികൾ തുടങ്ങി എല്ലാവിധ കൃഷികളും ഉൾപ്പെടുന്ന സംയോജിത കൃഷിരീതിയാണ് ഇവിടുത്തെ പ്രത്യേകത. കടുത്ത വേനലിലും പച്ചപ്പ് വിരിച്ച നിലത്തിൽ നീണ്ടു ചുവന്ന വെണ്ടയും ചുവന്ന പട്ടുവിരിച്ച ചീരപ്പാടവും പടവലവും വെള്ളരിയും പാവലും ചോളവും അമരയുമൊക്കെ വിളഞ്ഞു നിൽക്കുന്നു. ജലജാമണിക്ക് അകമഴിഞ്ഞ സഹായവുമായി കൃഷിഭവൻ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കർഷക ശ്രീമതി ജലജാമണി ചേച്ചിയുടെ ഫീൽഡാണ്. ചേച്ചി നമ്മുടെ കൃഷി സമൃദ്ധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കതിർ കൃഷിക്കൂട്ടത്തിലെ അംഗമാണ്. അത് മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് ഫെഡറേഷൻ ഭരണസമിതിയിലെ അംഗം കൂടിയാണ്. ചേച്ചി ഇവിടെ 2 ഏക്കറിലധികം ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ചേച്ചി വ്യക്തിഗതമായിട്ടും ചെയ്യുന്നുണ്ട്, കൃഷിക്കൂട്ടത്തിൻ്റെ പേരിൽ ഗ്രൂപ്പായിട്ടും ചെയ്യുന്നുണ്ട്. കൃഷി സമൃദ്ധി പ്രകാരം ഞാൻ കൃഷികൾ പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട്. ചീര, പയർ, വെണ്ട, പടവലം, പാവൽ, പിന്നെ വള്ളി പടന്നു പോകുന്ന എല്ലാ തണ്ണിമത്തൻ, അങ്ങനെ എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. പശു വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്, കോഴിയുണ്ട്, പിന്നെ ചേന, ചേമ്പ് എല്ലാം അങ്ങനെയുള്ള മരിച്ചീനി എല്ലാം ഉണ്ട്, വാഴയുണ്ട്, എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ചോളം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്ന 2004 മുതലേ ഞാൻ കൃഷിയിലേക്ക് ഉണ്ട്. നേരത്തെ എൻ്റെ അച്ഛൻ വലിയ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റൊക്കെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ അച്ഛനെ കാണാനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൃഷിക്കാരാണ് പാരമ്പര്യമായിട്ട്. ഭർത്താവ് സഹായിക്കും, മക്കൾ നല്ല സഹായമാണ്. മക്കൾക്ക് നല്ല എല്ലാം അറിയാം. എൻ്റെ മൂത്ത മോനാണ് ഈ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കി. അവൻ ഈ കൊറോണ സമയത്തൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് കോഴികളെയൊക്കെ വിരിപ്പിച്ചെടുക്കും, അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജൈവ കൃഷിയാണ് എൻ്റെ കൃഷി രീതി. ഞാൻ അടിവളമായിട്ട് മാത്രമേ എല്ലാ കൃഷിക്കും ചെയ്യുള്ളൂ. ചീര കൃഷിക്ക്, പ്രത്യേകിച്ചും ചീര കൃഷിക്ക് അങ്ങനെ തന്നെ. അത് കിളച്ചിട്ടതിന് ശേഷം സീഡോമോണാസ്, കുമ്മായം, കോഴിവളം, ചാണകപ്പൊടി, ആട്ടും കാഷ്ടം ഇതെല്ലാം ഇട്ട് 2 ആഴ്ച വെള്ളം അടിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ചീര വിത്ത് പാവി നടുന്നത്. വലുതും ചെറുതുമായി പല ഇനത്തിലുള്ള പടവലം ഈ തോട്ടത്തിൽ കാണാം. കീടരോഗ നിയന്ത്രണങ്ങൾ തീർത്തും ജൈവിക രീതിയിൽ നടത്തുന്നു. അതിനുത്തമ ഉദാഹരണമാണ് ഇവിടെ കാണുന്ന മഞ്ഞക്കിണികൾ. ഇതെൻ്റെ പടവലത്തോട്ടം. ഇതാണ് പല സൈസ് പടവലങ്ങര വിത്ത് മേടിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പിന്നെ എനിക്ക് നല്ല വില കിട്ടും. ഒന്നിനും കേടൊന്നും ഉള്ളത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. എല്ലാം വൃത്തിയുള്ളത് കൊണ്ട് ആളുകൾ അപ്പോഴും തന്നെ വന്ന് എത്ര വേണമെങ്കിലും എനിക്ക് വിറ്റഴിക്കാൻ ഒരു പാടുമില്ല. ഇതൊക്കെ വലിയ വില കിട്ടുന്നതാണ്. ചുവന്ന നീണ്ട സുന്ദരി വെണ്ടകൾ വരിവരിയായി നിൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. ആവശ്യക്കാരേറെയുള്ള ഇവയുടെ വിപണനം അനായാസവുമാണ്. ഏത് വിളയായാലും നല്ല വിളവ് ലഭിക്കണമെങ്കിൽ കൃത്യമായ പരിചരണം ആവശ്യമാണ്. ജലജാമണിയുടെ കൃഷിക്കും കഠിനാധ്വാനത്തിനും എല്ലാവിധ സഹായവും പിന്തുണയുമായി ഭർത്താവ് രാജേന്ദ്രൻ നായരും മക്കളും സഹായിയും കൂടെയുണ്ട്. ചൂടേറിയ കാലാവസ്ഥയിലും കുറഞ്ഞ മഴയിലും മികച്ച വിളവ് നൽകുന്ന ചോളവും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ചോളമാണിത്, മക്കാച്ചോളം, 2 ജാതി ചോളമുണ്ട്.
ഇതിപ്പോൾ ഒരു സൈസ് ചോളം മാത്രമേ ഇട്ടുള്ളൂ, ബാക്കി വിത്തിരിക്കണം. ഇനി അത് സ്ഥലം ഒഴിയുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ. നട്ടത് കുഴി കുത്തി നമ്മൾ സാധാരണ വിത്തിടും പോലെ ഇട്ടാൽ മതി. ഇട്ടിട്ട് ചാണകപ്പൊടിയും അടിവളമായിട്ട് ചാണകപ്പൊടിയും എല്ലാം സീഡോമോണാസ് എല്ലാം ഇതുപോലെ കുഴികളിൽ ഇട്ടിട്ട് വിത്തിട്ടങ്ങ് മൂടും. പിന്നെ ഇനി ചിക്കുമ്പം വളം കൂടെ ചിക്കി കൊടുത്താൽ വളം ഇട്ട് കൊടുക്കാം. കമ്പോളത്തിൽ നിന്നും വാങ്ങിക്കുന്ന അമരയ്ക്കയേക്കാൾ ഭംഗിയും ഗുണവുമേറെയുള്ളതാണ് ഇവിടുത്തെ ജൈവ അമരയ്ക്ക. ഈ കൃഷിയിടത്തിലെ പ്രധാനിയാണ് വർഷം മുഴുവൻ വിളവ് തരുന്ന പട്ടുപരവതാനി വിരിച്ച പോലെ കിടക്കുന്ന ചീരകൃഷി. ഇന്നത്തെ വിപണിക്ക് വേണ്ടി വിളവെടുക്കുകയാണിവിടെ. കന്നുകാലി വളർത്തൽ ഒരു മികച്ച വരുമാന മാർഗമാണ്. അതിനനുസരിച്ചുള്ള അധ്വാനവും അതിനാവശ്യമാണ്. വരുമാനത്തോടൊപ്പം ഇവയോടൊപ്പമുള്ള പരിചരണവും അടുപ്പവും മാനസിക സന്തോഷവും ഏകുന്നതാണ്. ഇവിടെ ഏകദേശം 23 പശുവും ആടുകളും വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിൽ 2 പശുക്കളാണ് ഞങ്ങൾക്കുള്ളത്. രണ്ടും ജേഴ്സി തന്നെയാണ്. ഇപ്പോൾ തീറ്റപ്പുല്ലിന് വേണ്ടി ഇവിടെ വയലിൽ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ ആ തീറ്റപ്പുല്ലിൻ്റെ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കച്ചിന് ഒരു നേരം കച്ചിന് കൊടുത്താൽ മതി. പിന്നെ ഉള്ളത് തീറ്റ മാറ്റം വരുമ്പോഴാണ് ഈ അകിട് വീക്കം കാര്യങ്ങളും എല്ലാ അസുഖങ്ങളും വരുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരൊറ്റ തീറ്റ ഒരു ശാന്തി തീറ്റയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സബ്സിഡി തീറ്റയായിട്ട് കേരള ഫീഡ്സ് വരുന്നുണ്ട്. ഈ ഒരു തീറ്റ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അകിട് വീക്കം കാര്യങ്ങളും ഇപ്പോൾ ഇല്ല, പൊതുവെ കുറവാണ്. പിന്നെ 2 പശുക്കളും ഗർഭിണിയാണ്. ഗർഭിണി പശുക്കളായതുകൊണ്ട് ഇപ്പോൾ പാലിൻ്റെ അളവും കുറവാണ്. ഡെയിലി ഒരു 10-12 ലിറ്ററിനകത്ത് കിട്ടത്തുള്ളൂ. കന്നുകാലികൾക്കാവശ്യമുള്ള തീറ്റപ്പുൽ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു. ഓരോ ഘടകവും മറ്റൊന്നിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സംയോജിത കൃഷിയിൽ ഇവിടെ തീറ്റപ്പുൽ കൃഷിയിലൂടെ കന്നുകാലികൾക്ക് തീറ്റ നൽകുകയും അവയിൽ നിന്നും ലഭിക്കുന്ന ചാണകം കൃഷിക്ക് വളമായി നൽകുകയും കൂടാതെ ബയോഗ്യാസ് യൂണിറ്റ് വഴി പാചകത്തിനു വേണ്ടിയുള്ള ബയോഗ്യാസും കൃഷിക്ക് വേണ്ടിയുള്ള ബയോഗ്യാസ് സ്ലറിയും ഉൽപ്പാദിപ്പിക്കുന്നു. ബയോഗ്യാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി. അന്ന് മുതലേ ബയോഗ്യാസിൽ നിന്ന് തന്നെ ഞങ്ങൾ ഗ്യാസ് എടുത്ത് ആഹാരമൊക്കെ പാകം ചെയ്യുന്നത്. പിന്നെ ഇതിൽ സ്ലറിയിൽ ഇരട്ടി വെള്ളം അടിച്ച് കലക്കിയിട്ട് ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കും. അതിൻ്റെ വെള്ളം പിന്നെ പൊടിയായിട്ട് കിട്ടുന്നതും ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാനും പച്ചക്കറിക്കും കൃഷിക്കൊക്കെ എടുക്കും. ജലജാമണിയുടെ വീടിനു ചുറ്റുമുണ്ട് പലവിധ കൃഷികൾ. ബേസിനുള്ളിൽ നിറയെ താമരകൾ, ഗ്രോബാഗിലും മൺചട്ടികളിലും നിറയെ പച്ചക്കറികൾ. ആവശ്യമായ പച്ചക്കറി തൈകൾ പേപ്പർ കപ്പുകളിൽ നടിയിൽ മിശ്രിതം നിറച്ച് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്നു. നാടൻ കോഴി, കാടക്കോഴി, കരിങ്കോഴി, താറാവ് തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾ ഇവിടെ കാണാം. അതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായ നാടൻ കോഴിമുട്ട, കാടമുട്ട, താറാവ് മുട്ട എല്ലാം ഇവിടെ സുലഭമാണ്. ജലജാമണിയുടെ മകൻ സ്വന്തമായി നിർമ്മിച്ച ഇൻകുബേറ്ററിൽ വെച്ച്
മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ ചെലവിൽ കോഴികൾക്ക് പോഷകഗുണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തീറ്റയാണ് അസോള. കൃഷിക്ക് ഏറെ വെല്ലുവിളിയായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ട സഹായങ്ങൾ കൃഷിഭവൻ വഴി ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ കൃഷിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാട്ടുപന്നി ശല്യവും മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണവും. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആണ് നമ്മുടെ ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ് CHM പദ്ധതിയും കൃഷി സമൃദ്ധി പദ്ധതിയിലും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്യുന്നതിനുള്ള ആനുകൂല്യം ചേച്ചിക്ക് അത് നൽകി കഴിഞ്ഞു. നേരത്തെ തന്നെ നമ്മൾ മാർച്ചിൽ കിട്ടിയൊരു സ്കീമാണ്. അപ്പോൾ നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ചു. സബ്സിഡി അവരുടെ അക്കൗണ്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടുജോലിയും കുടുംബകാര്യങ്ങളുമൊക്കെയായി തിരക്കിലായിരിക്കുന്ന വനിതകൾക്ക് അതോടൊപ്പം വലിയ പ്രയാസമൊന്നുമില്ലാതെ സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന ഉത്തമ മാർഗമാണ് കൃഷി. വലിയ മുതൽ മുടക്കില്ലാതെ ചെറിയ രീതിയിൽ തുടങ്ങി അധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് കെട്ടിപ്പടുത്തുയർത്താൻ കഴിയുന്ന ഒരു സ്വയം തൊഴിൽ. ഇതിലൂടെ സ്വന്തമായി വരുമാനവും സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാക്കാൻ എല്ലാ വനിതകൾക്കും പ്രചോദനമാണ് ജലജാമണി എന്ന മികച്ച വനിതാ കർഷക. കൂടുതൽ വിവരങ്ങൾക്ക് ജലജാമണി 9495703929.